അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം. ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്. അവരേതോ തപ്പ് സെഞ്ചിനാ കടവൾ കൊടുത്തിടും. അല്ലാതെ മറ്റു താരങ്ങൾ ആരെങ്കിലും ഇത്തരത്തില് മോശമായി പെരുമാറും ഉണ്ട്, ഇഷ്ടംപോലെ. അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറെ ഉണ്ട്. നമ്മൾ കുട്ടി ധൈര്യമായിട്ടാ പേര് പറയണം. കുറച്ച് നേരത്തിന് മുന്നേ പറഞ്ഞിരുന്നു, അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്. ഞാനല്ലേ? പിന്നല്ലാതെ. എന്നാ പിന്നെ അതിന്റെ കൂടെ ഇയാളെ ഞാനിവിടെ പീഡിപ്പിക്കാൻ വന്നോന്നും കൂടി അങ്ങോട്ട് ചേർക്ക്. ഇത്രയും കാലം എവിടെയായിരുന്നു? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നീ അനുഭവിക്കും. നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും. ഒന്ന് പുറത്തേക്ക് വന്ന് ആരുടെ തലയ്ക്കാണ് അസുഖം ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ഒന്ന് വരൂ, ഒന്ന് ഓടിച്ചാടി വരൂ പ്ലീസ്. വക്കീൽ ഇതൊന്ന് കണ്ടേ, എന്നിട്ട് ഇതിൽ എന്തെല്ലാം കുറ്റങ്ങൾ ചുമത്താൻ പറ്റുമെന്നൊന്ന് പറ. ഫ്ലാഷ് ബാക്ക്. തൂക്കിയല്ലോ നാദാ. ഓ, ആ ചേച്ചി ഒരിച്ചര കുഴപ്പാ. ചേട്ടാ, ആരാ ചേട്ടാ ഇവള്? ഭൂലോക ഫ്രോഡാന്ന് തോന്നല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്നും പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.